ഹലോ ഗായ്സ്, അപ്പം നമ്മളത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സിനെ പറ്റിയാണ്. അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മളൊന്ന് വീഡിയോയിൽ ഇടാൻ പോകുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ബോക്സ് നിങ്ങൾക്ക് തോന്നും, ബട്ട് ഇറ്റ്സ് നോട്ട്. ഞാൻ 200 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഒരു 200 രൂപയ്ക്ക് ഇതിനകത്ത് കുറേ അധികം ഫീച്ചർ കിട്ടുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇത് ഞാനിവിടെ ഓപ്പൺ ചെയ്യുവാണ് ഗൈസ്. ഓക്കെ, നല്ല ടഫ് ആണ്. ഇപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ 2 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ മറ്റ് സ്കെയിൽ, മറ്റേ ഓരോ ടൂൾസൊക്കെയാണ്. ഷാർപ്പനർ, ഇറേസർ, പ്രൊട്ടാക്ടർ, നമ്മുടെ കോമ്പസ്, പിന്നെ ലെഡ് പെൻസ്, മെക്കാനിക്കൽ പെൻസിലും, പിന്നെ അതിൻ്റെ ഒരു കുറച്ച് ലെഡ്സും ഉണ്ടായിരുന്നു. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് എനിക്ക് എടുക്കെങ്കിൽ ഇപ്പോൾ പറ്റില്ല. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ദ മെയിൻ ഫീച്ചർ ഓഫ് ദ കോമ്പസ് ഈസ്, ഇതൊരു കോമ്പസ് ആണ്. നമുക്ക് കണ്ട സാധാരണ ഒരു കോമ്പസ് പോലെ തോന്നും, ബട്ട് ഇറ്റ്സ് നോട്ട്. ആണോ, ഇതിപ്പോൾ സാധാരണ പോലെ വർക്ക് ചെയ്യും, നോ പ്രോബ്ലം. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ലൂസാണ്. ഞാൻ ലൂസാക്കട്ടെ. ഓക്കെ, ഇതുകൊണ്ട് ഭയങ്കര ലൂസാണ്. അപ്പോൾ ടൈറ്റ് ആക്കാൻ വേണ്ടി ഈ ഒരു ഇതെടുത്തിട്ട് ഇങ്ങനെ ഇതിപ്പോൾ ലൂസാവുക, ഇവിടേക്കാക്കി നല്ല ടൈറ്റാക്കിയാൽ ഓക്കെ. പിന്നെ നല്ല ടഫായിരിക്കും ഇത്, ശക്തിക്കാക്കാണ് ഗൈസ്. ഓക്കെ, കണ്ടോ, അത് പോകത്തില്ല. നമ്മളെങ്ങനെ വെച്ചാൽ അത് പോകത്തില്ല, അത് അങ്ങനെ നിൽക്കും. അതാണ് ഇതിൻ്റെ കോമ്പസിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫീച്ചർ. ഓക്കെ, ഇത് വെച്ച് കഴിഞ്ഞു. പിന്നെ ഇതിനകത്തുള്ളത്, അത് ഞാൻ പറയാൻ മറന്നു, ഇത് കോമ്പസ് മാത്രമല്ല, ഡിവൈഡർ കൂടിയാണ്. ഇത് നമുക്ക് കാണാൻ കഴിയും. ഇത് നമുക്ക് ഈ ഒരു ഇത് ഊരിയിട്ട് ഇത് വെക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫുൾ ചെയ്താൽ മതി, അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇത് നമ്മൾ ഡിവൈഡർ ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ കയറ്റി ലോക്കാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിവൈഡർ സെറ്റാവും. മനസ്സിലായില്ലേ? നമുക്ക് ഡിവൈഡർ ഇടാം. ഓക്കെ, കോമ്പസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ട് ഇത്ര ഉള്ളൂ. ഓക്കെ, നമുക്ക് മറ്റ് ഫീച്ചേഴ്സിലേക്ക് പോകാം. ഇനി വലുതായിട്ടൊന്നുമില്ല. ഈ ഒരു സെക്ഷനിൽ മെയിനായിട്ടുള്ള ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കെയിൽ തന്നെയാണ്. ഈ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ 15 സെൻറ്റിമീറ്റർ സ്കെയിലാണ് തോന്നുന്നു നമുക്ക്. കാരണം 15 സെൻറ്റിമീറ്റർ സ്കെയിലിന് അത്ര വലിപ്പമൊക്കെ ഉള്ളൂ, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇതെന്ന് പറയുന്നത് നമ്മുടെ 30 സെൻറ്റിമീറ്റർ സ്കെയിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, 30 സെൻറ്റിമീറ്റർ സ്കെയിലാണിത്. നമുക്ക് ഇതിനെ ലോക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ കാണാൻ കഴിയുന്നുണ്ടാവും. ഫോക്കസ് ആയിട്ട് ഓക്കെ, കാണാൻ കഴിയും. അവിടെ ഒരു ചെറിയൊരു അതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഉണ്ടോ, ലോക്കാക്കിയാൽ അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് പറയാനുള്ള ഫീച്ചേഴ്സ്. ബാക്കി ഇതിനകത്ത് റേസറുണ്ട്, ഷാർപ്പനറുണ്ട്, ലെഡ് പെൻസിലുണ്ട്, മെക്കാനിക്കൽ പെൻസിലൊക്കെ ഉണ്ട്. ബട്ട് ഇൻ 200 റുപ്പീസ് ഈ ഒരു കോമ്പസ് നല്ല വേർത്താണ്. പിന്നെ ഡിവൈഡറിന് വരും മറ്റേ ആ ഒരു മെക്കാനിസം നല്ല വേർത്താണ്. പിന്നെ നല്ല ഷാർപ്പനറുണ്ട്, നല്ല മൂർച്ചയുണ്ട്, നന്നായിട്ട് ഇതാകുന്നുണ്ട്. റേസർ നല്ല ഡസ്റ്റ് ഫ്രീ റേസർ എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഡസ്റ്റൊക്കെ ഉണ്ട്, നല്ല ഇതൊക്കെയാണ്. ഡസ്റ്റ് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എൻ്റെ പെൻസിൽ കിട്ടുന്നുണ്ട്, നല്ലൊരു ചെറിയ പെൻസിലാണ്, മറ്റേ കോമ്പസിനോട് വെക്കുന്ന. പിന്നെ ഒരു സെറ്റ് സ്ക്വയർ, 2 സെറ്റ് സ്ക്വയർ, പിന്നെ ഒരു പ്രൊട്ടാക്ടർ, ഒരു ക്ലാസ്മേറ്റ് ലോഗോ. പിന്നെ നല്ലൊരു പ്രീമിയം ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഇതുകൊണ്ടോ, ഇവിടെ ആസ്ട്രോയിഡ്സ് എഴുതിയിട്ട് പൊങ്ങിയിരിപ്പുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു മെറ്റീരിയൽ പോലെ, ഇതെല്ലാം നല്ല ഗ്ലോസി. ഇത് എന്തോ മാറ്റ് ഫിനിഷ് അല്ല, വേറെന്തോ ഒരു. ഓക്കെ, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബോക്സ് ഇതായിരുന്നു. അതിൽ നിന്ന് ഞാൻ നേരെ നമ്മളെ ക്ലാസ്മേറ്റിൻ്റെ ആസ്ട്രോയിഡ്സിലേക്ക് മാറി. ഇത് നല്ലൊരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. വെറും 200 രൂപയ്ക്ക് ഇത് ലാഭം തന്നെയാണ്. ഓക്കെ, ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. So let's wind up.